എന്താണ് ഒരിക്കൽ കൂടി യോദ്ധ ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങ് ചെയ്യുമോ? ഉണ്ടെങ്കിൽ ചെയ്യും. അത് ഷുവർ. ബീങ് വെരി ഫ്രാങ്ക്. അങ്ങനെ ഒരു പടം ഉണ്ടെങ്കിൽ തന്നെ വിത്ത് യു യെസ്. യോദ്ധ എന്നുള്ള സിനിമ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു കളിച്ചിരി തമാശയൊക്കെ ആ ഒരു സെറ്റിൽ ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. കബഡി മത്സരം, പാട്ട് മത്സരം, ചെസ്, ഇതൊക്കെ ഉണ്ടായി അറിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയോ? അല്ല, അത് ചില സീൻസ് ഒക്കെ ഞാൻ ഇപ്പോഴും ഒരു സീനുണ്ട്. ജഗതി അമ്പിളിച്ചാടിന് കുളത്തിനകത്ത് ഒരു എലിമേൻ എടുത്ത് അപ്പൊ ഇദ്ദേഹം പാടുക. അപ്പൊ ലാൽസാർ കണ്ടു കാണണം ഇവിടെ, എനിക്കറിയാം. അപ്പൊ നെക്സ്റ്റ് ഷോട്ടിൽ ലാൽസാർ സൈക്കിളിൽ പോകണം. And you won't believe it. ഇങ്ങനെ പോകുമ്പോ and I'm saying, what is this? From where did this come? You see, ആ ഇൻസ്റ്റൻസിൽ കൊണ്ടുവരുന്ന that is how he is. He's very spontaneous. അപ്പോൾ അത് കാരണം all the scenes നമ്മൾ വിചാരിക്കുന്നത് റഫ് വെരി സിമ്പിൾ ആയിരിക്കും എഴുതി ഇൻ ദ പേപ്പർ. അതായത് ഏറ്റവും ചെറിയ കുട്ടികളുടെ മനസ്സുള്ള ആൾക്കാരായിട്ടാണ്. അതായത് ചെസ് കളിക്കുക, കബഡി കളിക്കുക, അല്ലേ ആന്റണി? അതിലെ ഒരുപാട് കളികളിലൊക്കെ സാക്ഷികളായി നിന്ന കുട്ടിയാണ്. ചേച്ചി ഉണ്ടാവുമല്ലോ. ഞാൻ ലാലേട്ടന് വേണ്ടി പിടിച്ചു മാറ്റാൻ നിൽക്കും, ചേച്ചി ജഗതിച്ചേട്ടനെ പിടിച്ചു മാറ്റാൻ മത്സരങ്ങളിൽ നിന്ന്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു ആ സമയത്തൊക്കെ. കാരണം ജഗതിച്ചേട്ടന്റെ ഒരു അല്പ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് വലിയ മനുഷ്യർ. അതാണ് ആ സിനിമയുടെ വിജയം. എപ്പോഴും വലിയ മനുഷ്യരല്ല, നമ്മളെപ്പോഴും ചെറിയ കുട്ടികളാണ്. നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടികൾ മരിക്കാതിരിക്കട്ടെ, ആ കുട്ടികൾ എപ്പോഴും ചിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അല്ല, ഉർവശിക്ക് വളരെ സങ്കടം. കാര്യം ഈ പടകാളി പാടിയപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞാൽ എം ജി ശ്രീകുമാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്റ്റേജിൽ വരണം. ഞാൻ എന്റെ പ്രതിഷേധമാണ് ഞാൻ അറിയിച്ചത്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഇരിക്കൂ. അതായത് ദമയന്തി ഇല്ലാതെ നമ്മൾ പടകാളി പാടി എന്ന് പറഞ്ഞാൽ വളരെ സങ്കടത്തിലാണ് ഉർവശി. അതെ, അതുകൊണ്ട് രണ്ടാമത് പാടണമെന്നല്ല, ഞാനൊന്ന് ഞെട്ടിയിരിക്കുന്നു. എന്താ അതിലൊരു വലിയൊരു മലയെടുത്ത് തലയിൽ അങ്ങനെയല്ല പറയണ്ട, ഞാൻ ഞെട്ടി മാമ. എന്തായാലും വളരെ സന്തോഷം ഒരിക്കൽ കൂടെ ശ്രീകുട്ടനെ കാണാൻ സാധിച്ചതിൽ. എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഞാനൊരു സൂപ്പർ ഹിറ്റ് പ്രോഗ്രാം ലാൽസലാം, അത് എൻ്റെ സ്വന്തം ലാലുവിൻ്റെ കൂട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സുഹൃതമാണ്. ശ്രീകുട്ടൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ യോദ്ധയിലെ പാട്ടുകൾ എങ്ങനെയാണ് അങ്ങേക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത്? അത് ആക്ച്വലി ഞാൻ ചെന്നപ്പോഴത്തേക്ക് സംഗീതം ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. ഫുൾ സോങ് എനിക്ക് ലിറിക്സ് തന്നു ബിച്ചുവേട്ടൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചില വാക്കുകളൊക്കെ വലിയ കുഴപ്പമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കിഴവിയിലെ 60 കുഴവിയിലെ അഴകോട് ചറവറ അഴകോട് ആ രാ വെച്ചിട്ടുള്ള ചില പോർഷൻ. അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ അതെനിക്ക് വരരുത്, അത് ദാസനിൽ നിന്ന് പോണേ. ദൈവത്തോടെ അത്തരം കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് തന്നെ കിട്ടുന്ന. കാരണം അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ അങ്ങോട്ടങ്ങ് പോയി, മൂത്താശാന് പോയി. അത് കാരണം പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ആ വരികൾ അവിടെ ഇരുന്നുകൊണ്ട് ആദ്യം ഈ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് വരികൾ പറഞ്ഞു പഠിച്ചു. എന്തായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ, ഈ പാട്ട് കണ്ടപ്പോൾ തോന്നിയ വികാരം? അയ്യോ, അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ രണ്ടുപേരും കൂടെ, ജയതിച്ചേട്ടനും ലാലും കൂടെ അങ്ങ് കലക്കിയിരിക്കുകയല്ലേ. കാരണം അതിനകത്ത് ശരിക്കും പാട്ട് നിഷ്പ്രഭമായി പോയി നിങ്ങളുടെ മുമ്പിൽ.